ഹലോ, പത്രത്തിൽ എന്തൊക്കെയാ നോക്കാം. ഇതൊക്കെയാണ് ഇപ്പോ പത്രത്തിന്റെ മെയിൻ പത്രങ്ങളുടെ മെയിൻ ഫ്രണ്ട് പേജുകൾ. നമുക്ക് പത്രങ്ങളിലോട്ട് പോവാം. ഫസ്റ്റ് എടുത്തുകൊണ്ട് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിന്റെ ഫ്രണ്ടാണിത്. ഇതില് ഹൃദയങ്ങളിലെ ചെമ്പനീർപ്പൂ എന്നാണ് അവർ എട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പുഷ്പന് ഇവിടെ നൽകി. പിന്നെ അതിന്റെ ചെറിയ ന്യൂസ്. പിന്നെ കൊലപുരിയുമായി ഇസ്രയേൽ, അതിന്റെ ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർഗയും മസ്ജിദും ഇടിച്ചു നിരത്തി ഗുജറാത്തില്. സർക്കാർ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ചാണ് സോമനാഥ് ജില്ലയിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ച് ഗുജറാത്തിലെ ഗിർ സോമനാഥ് ജില്ലയിലെ സോമനാഥ് ക്ഷേത്രത്തിന് സമീപ പ്രദേശത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർഗയും മസ്ജിദും ഖബർസ്ഥാനും ബുൾഡോസർ ഉപയോഗിച്ച് നീക്കി. ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് സംരക്ഷിത ഗുജറാത്തിലെ BJP സർക്കാർ താമസിക്കുന്നത്. അത് അങ്ങനെ ഒരു വൈക്ക് നമ്മുടെ BJP സർക്കാരിന്റെ ബുൾഡോസറോടുള്ള പരിപാടി. ആദ്യം വീടുകളിലോട്ടായിരുന്നു, ഇപ്പൊ അത് മസ്ജിദ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് എത്തിയിട്ടുണ്ട്. അല്ല, ആ വാർത്ത ശരിയാണ്, എത്രത്തോളം ശരിയാണെന്ന് ആദ്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് വേറെ കാര്യം. വേറെ വാർത്ത നിങ്ങൾ നോക്കാം. പൊതുക്കടം വർധന നിരക്ക് കേരളത്തിന്റെ ഇരട്ടി. കേന്ദ്രത്തിന്റെ പൊതുകടം കേരളത്തിന്റെ ഇരട്ടി. ആരാ പറയുന്നത്? ദേശാഭിമാനിയാണ് പറയുന്നത്. സത്യമാണോ ഇല്ലോ നമുക്കറിയില്ല. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. ഇതൊക്കെയാണ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ്. ഫുൾ പേജുകളിലോട്ട് പോയേക്കാം. സ്വപ്നങ്ങളിലേക്ക് പന്ത് തട്ടുക. ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴെ പ്രവർത്തിക്കുന്നത് 7 ഫുട്ബോൾ അക്കാദമികൾ. എനിക്ക് അവസ്ഥയും കൂടി ഒന്ന് പോയി നോക്കണം, ന്യൂസ് എടുത്തിട്ട് കാര്യമില്ല. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം, പയ്യനാട് സ്റ്റേഡിയം. പയ്യനാട് സ്റ്റേഡിയം അത് ഞാൻ പറയുന്നില്ല അതിന്റെ അവസ്ഥ എന്താണെന്ന്. ഇപ്പൊ കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു, പക്ഷെ കുറച്ച് ശോചനീയമായിരുന്നു കുറച്ച് മുമ്പ്. GHSS ഗ്രൗണ്ട്, ആസാദ് ഗ്രൗണ്ട്, ഫിഷറീസ് സ്റ്റേഡിയം, പഞ്ചായത്ത് സ്റ്റേഡിയം, ATM കോളേജ് ഗ്രൗണ്ട്, ഇവിടെയൊക്കെ അക്കാഡമികൾ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ആരോഗ്യത്തിന് കത്തിവെച്ചത് ലീഗ്. ജില്ലയ്ക്ക് നഷ്ടമായത് 2 സ്പെഷ്യാലിറ്റി ആശുപത്രികൾ. ദേശാഭിമാനിയുടെ വാർത്തകളാണ്. ആരോഗ്യത്തിന് കത്തിവെച്ചത് ലീഗ്. ലീഗ് ആരോഗ്യത്തിന് കത്തി വെച്ചില്ലല്ലോ മക്കളെ. അവരെന്തെങ്കിലും ഹോസ്പിറ്റലിൽ പണിയാൻ അവർ ശ്രമിക്കുള്ളൂ. ഓക്കെ, ഇതത്രേ ഉള്ളൂ. അപ്പോ ദേശാഭിമാനിയിൽ അങ്ങനെയൊക്കെയാണ്. സുപ്രഭാതം എന്നിങ്ങനെയാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇന്നലെ അൻവറിന്റെ എന്താ പറയാ നിലമ്പൂരിൽ അതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ ഒരു വാർത്ത പോലും ഇല്ല കേട്ടോ. അൻവറിന് ഇന്നലെ അവനിപ്പോ ഒരു ഹീറോ പരിവേഷമാണല്ലോ. അൻവറിന് ജനനായകൻ എന്നൊക്കെ പറയുന്ന ലെവലിലുള്ള ആൾക്കാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കാലം ഉണ്ടാവും അറിയില്ല. അൻവറിന്റെ ഇന്നലത്തെ എന്താ പറയാ ആ ഒരു പൊതുസമ്മേളനം, എന്തൊക്കെയാണ് അവൻ വാർത്താ സമ്മേളനങ്ങൾ പറഞ്ഞത് അതൊന്നും വിശദമാക്കി പറഞ്ഞു. പുതിയതായിട്ട് കാര്യങ്ങളൊന്നും അവൻ അതിൽ പറഞ്ഞിട്ടില്ല. സുപ്രഭാതത്തില് ജമ്മു അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. കാവിക്കൂട്ട് നമ്മളെ ADGP അജിത് കുമാറിന് അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ അൻവറിന്റെ ന്യൂസ് ഉണ്ട്. ആഴ്ചകൾക്ക് ശേഷം അൻവറിനെതിരെ കേസ്. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടാണ് കേസ് വന്നിട്ടുള്ളത്. സത്യത്തിൽ ഫോൺ ചോർത്തലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. കോൾ റെക്കോർഡ് ചെയ്തിട്ടാണ്. ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞ അത്ര ഒരു MLA-ക്കാണെങ്കിലും അത്ര ആർക്കാണെങ്കിലും അത് നിയമപരമായിട്ട് നല്ല പണിയുള്ള കാര്യമാണ്. പിന്നെ ഹാക്ക് ചെയ്യണം, ഹാക്കർമാരെ വെച്ചിട്ട്, അത് പിന്നെ നടക്കും. അല്ലാതെ ഫോണൊക്കെ ഒരു ചോർത്തുക എന്ന് പറയുമ്പോ അങ്ങനെ ചോർത്തുന്നുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. കാരണം ഒരാളുടെ ഫോണൊക്കെ ചോർത്താറുമ്പോ, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പെർമിഷൻ കൂടി ഇല്ലെങ്കിൽ. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കുറ്റ്യാടി 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. സുപ്രഭാതം. അന്ന് ഫോൺ ചോർത്തിയിട്ടില്ലെന്ന് കണ്ടെത്തൽ. ശക്തി തെളിയിച്ച അൻവർ. അതാണ് ആ ഒരു ഇന്നലത്തെ നിലമ്പൂരിലെ പ്രസംഗത്തെ കുറിച്ച് സുപ്രഭാതം പറഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ. സുപ്രഭാതത്തിൽ കാര്യമായിട്ട് ഉള്ള സംഗതികളില്ല. മാതൃഭൂമിയുടെ ന്യൂസുകൾ നോക്കാം. വനിതകൾക്കായി വരും പുതിയ നയം. അതാണ് മാതൃഭൂമിയുടെ മെയിൻ ഹെഡിങ്.
ഓക്കെ, തട്ടകത്തിൽ കരുത്തുകാട്ടി അൻവർ, അത് അടുത്ത ഹെഡ്. പിന്നെ ഇങ്ങനെ വെടിയൊച്ചകൾ അടങ്ങിയ ഗ്രാമത്തിൽ വോട്ടാരവം. വെടിയൊച്ചകൾ അടങ്ങിയ ഗ്രാമത്തിൽ വോട്ടാരവം, അതെവിടെയാണ്? കാശ്മീരാ? ഇന്ത്യ. കൃഷ്ണഗംഗ എന്നും പാകിസ്ഥാൻ നീലമെന്നും വിളിക്കുന്ന നദി. ഈ ഇരുവശത്തും ജനനിരയായി രണ്ടായി മുറിച്ച് 2 മലനിരകൾ. ഇതുവാക്ക് അതിന്റെ നമ്മുടെ കാശ്മീർ വോട്ടെടുപ്പിന്റെ, കാശ്മീരിൽ ഇപ്പൊ വോട്ടെടുപ്പ് നടക്കാറുണ്ടോ, എന്റെ ന്യൂസാണ്. ഉൾപേജുകളിലോട്ട് എന്തെങ്കിലും വാർത്തകളുണ്ടോ നോക്കാം. ജനസമക്ഷം അൻവർ. അൻവറിന് വലിയൊരു വാർത്ത തന്നെ നമ്മളെ ഇത് കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി ഉൾപേജുകളിൽ. ജനസമക്ഷം അൻവർ. ഞാൻ പറഞ്ഞില്ല, അൻവർ കേറി. ഇനിയിപ്പോ അവനൊരു പാർട്ടി ഉണ്ടാക്കിയപ്പോ അതിൽ ആളെ കിട്ടും. ഇന്നലൊക്കെ നിലമ്പൂരിൽ വന്ന് എത്ര ആൾക്കാരാ? അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അതാണ് സംഗതി. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഇപ്പൊ അൻവർ പാർട്ടി പ്രഖ്യാപിച്ചാണ്ടല്ലോ. പക്ഷെ എത്രത്തോളം അത് എന്താ പറയാ മുന്നോട്ട് പോകുന്നുള്ളതാണ് കാര്യം. കണക്ക് തീർക്കുന്ന മാതൃഭൂമി. പുഷ്പനെ അപമാനിച്ചതായി പരാതി, SIക്ക് സസ്പെൻഷൻ. അപ്പോകിന് SIക്ക് സസ്പെൻഷൻ വന്നു. പുഷ്പനെ അഭിമാനിച്ചതായി പരാതി, SIക്ക് സസ്പെൻഷൻ. എന്റെ മനെ, ആ ഒരു തിടുക്ക അജിത് കുമാറിന്റെ കാര്യത്തിൽ കാട്ടാൻ പറ്റും. എന്താണ് കേസ് നമുക്കൊന്ന് വായിക്കാം, കാരണം ഇത്തിരി ഇൻട്രസ്റ്റഡ് ആണ്. പുഷ്പനെ അഭിമാനിച്ചതായി പരാതി, SIക്ക് സസ്പെൻഷൻ. കൂത്തുപറമ്പ്. രക്തസാക്ഷി പുഷ്പനെയും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അപമാനിച്ച് എന്ന പരാതിയിൽ കോതമംഗലം ഗ്രേഡ് SI KS ഹരിപ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. DYSP മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്കും DYSPക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എറണാകുളം നാർക്കോട്ടിക് സെൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിന് അന്വേഷണ ചുമതല. സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന കടുത്ത അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് റേഞ്ച് ID ഉത്തരവിൽ പറഞ്ഞു. പുഷ്പനെയും പാർട്ടിയെയും വൈകാരിക ബന്ധമുള്ളവരെ വേദനിപ്പിക്കാനും സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടാണ് ഓഫീസർ നടപടിയെടുത്തതെന്ന് പരാതിയിൽ പറയുന്നത്. എന്താലേ, ചോപ്പിന് തൊട്ട അപ്പ കൂട്ടും. ഈ ഒരു പൂരം കലക്കിയ ഒരാൾ അവിടെ ഇരിക്കണ്ടല്ലോ, അവനെതിരെ എന്തെങ്കിലും ഒരു നടപടി, എന്തെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുണ്ടായിട്ടും. മാതൃഭൂമിയാണ് ആ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. സിറാജിൽ അങ്ങനെയൊക്കെയാണ് വാർത്തകൾ നോക്കാം. സിറാജിലെ ഫസ്റ്റത്തെ പേജ് തന്നെ ആക്രമണം വ്യാപിപ്പിച്ച് നമ്മൾ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നല്ല അടി അടിക്കുന്നുണ്ട്. 1000 ആൾക്കാർക്ക് മരിച്ചതോ എന്താ? മുതിർന്ന കമാൻഡർമാർ കൊല്ലപ്പെട്ടു. രണ്ടാഴ്ചക്കിടെ മരണം 1000 കടന്നു. 1000 ആൾക്കാർ. ഫലസ്തീനെ പോലെ ഒരു വൈക്കാക്കി. ഇപ്പൊ അവരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ലെബനോണാണ്. ഇതൊക്കെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണല്ലോ. പിന്നത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ടി ഇല്ലെന്ന് അൻവർ, ആരും അടിമകളല്ല. പുതിയ പാർട്ടി ഇല്ലെന്ന് അൻവർ, ആരും അടിമകളല്ല. ഒക്കെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അവന് പാർട്ടി ഉണ്ടാക്കലൊന്നല്ല അവന്റെ ഉദ്ദേശം. പിന്നെന്താണ് അവൻ ഇങ്ങനെ? അജിത് കുമാറിനെതിരെ അന്വേഷണം, റിപ്പോർട്ട് നാളെ സമർപ്പിച്ചേക്കും. നാളെ? അജിത് കുമാറിന് അതിപ്പോ നമ്മൾ അൻവർ പറഞ്ഞ മാതിരിയാവും. ഈ കസാരിയിൽ നിർത്തി ആ കസാരിക്ക് വെക്കും, അങ്ങനെ എന്തെങ്കിലും കാര്യക്കാരം. അല്ലാതെ ഡിസ്മിസിലെ സസ്പെൻഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അജിത് കുമാറിന് വരും. നോക്കിക്കാണേണ്ട കേസാണ്. അങ്ങനെ എങ്ങാനും വന്ന ഇപ്പൊ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്മിസ് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് അൻവറിന് അറ്റാക്കിയ. കാരണം കണ്ടോ, അന്വേഷണം മാറ്റേണ്ടത് മാറ്റിയെന്നാണ് പറഞ്ഞാണ്ടല്ലോ. അൻവറിന് പിന്നെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവനെതിരെ കേസും കൂടി വന്നു കഴിഞ്ഞാൽ, അജിത് കുമാറിനെതിരെ കേസും കൂടി വന്നു കഴിഞ്ഞാൽ, കാരണം അവന് എന്തോ ക്യാഷ് വാങ്ങിയിട്ടുണ്ട്, വാങ്ങാവുന്നതിൽ കൂടുതൽ പണം അവൻ പണമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഇത്ര പൈസ വാങ്ങാവുന്നതൊക്കെ നിയമമുണ്ട്. അപ്പൊ അതിനെതിരെ കേസും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അൻവറിന്റെ അധോഗതിയാണ്. കാരണം അൻവറിന്റെ എല്ലാ എന്താ പറയാ വാദങ്ങളും അതോടുകൂടി ഒടിയും. പക്ഷെ കേസ് ഉണ്ടാവും തോന്നുന്നില്ല. അത് നോക്കി കാണേണ്ട പരിപാടിയാണ്. അജിത് കുമാറിന്റെ ഭാവി, അവന് എന്തൊക്കെയാണ് അവനെതിരെ എടുക്കുന്ന നിലപാടുകൾ എന്ന് നോക്കി കാണേണ്ട വിഷയം തന്നെയാണ്. കൊണ്ടോട്ടി പഴയ ബസ് സ്റ്റാൻഡിലെ കൂറ്റൻ ചീനമരം മുറിച്ചു മാറ്റി. ഇപ്പൊ എന്താ എന്നോട് പറയണം? വേറെ സിറാജിൽ അത്രേ ഉള്ളൂ.
ഗുജറാത്തിൽ 1200 വർഷം പഴക്കമുള്ള ദർഗയും മസ്ജിദും പൊളിച്ചു നീക്കി. അത് സിറാജിലും ഉണ്ട് കേട്ടോ ആ വാർത്ത. അത് ചെക്ക് ചെയ്യേണ്ട ഒരു വാർത്തയാണ്. കാരണം എന്തെങ്കിലും വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ? എന്നാലും 1200 വർഷമുള്ളതൊക്കെ പൊളിച്ചു നീക്കുക, എന്നാലും 1200 വർഷമുള്ളതൊക്കെ പൊളിക്കാന്നൊക്കെ പറയുമ്പോ ദർഗയൊക്കെ ഒരു മതത്തെ, കാരണം ഇതാണ് മെയിൻ പ്രശ്നം. BJPന്റെ മെയിൻ പ്രശ്നം ഇതാണ്. അതൊരു മതസ്പർദ്ധ ഇല്ലാന്നുണ്ടെങ്കിൽ BJP ഏറ്റവും നല്ല പാർട്ടിയാണ്. എല്ലാ മതങ്ങളുടെ കാര്യങ്ങൾ അവർ എടുക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം മതങ്ങൾക്കെതിരെ BJP എടുക്കുന്ന നിലപാടുകൾ കുറച്ച് അയവ് വരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ ഏറ്റവും നമ്പർ 1 പാർട്ടി ആവുന്ന പാർട്ടിയാണ് BJP. പക്ഷെ ഇതാണ് അവരുടെ പ്രശ്നം. അത് അവർ മാറ്റോ ഇല്ല. കാരണം എന്താ, അതാണ് പാർട്ടിയുടെ സ്വഭാവം. കാലങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് ഫിൽട്ടറായി പോവായിരിക്കും കേട്ടോ, അതിനും സാധ്യതയുണ്ട്. മനോരമ, ഇനി അടുത്താണ് മനോരമ കേസ് തുടങ്ങി. അതാണ് ഹെഡിങ്. നമ്മൾ അൻവറിനെതിരുള്ള പരാതിയാണത്. കലാപശ്രമം, അൻവറിന്റെ രാജ് FIR കോട്ടയത്ത്. കലാപശ്രമം കേസ് തുടങ്ങി. പരാതി 5-ന്, കേസ് 28-ന്. ഗോവിന്ദൻ തള്ളി പറഞ്ഞതിനെ പിറ്റേന്ന്. സ്വാഭാവികം, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തലക്കുന്ന ഓരോന്ന് ആൾക്കിനെതിരെ വരും. ഫോൺ സുഹൃത്തിന്റെ കലാപം എന്തൊക്കെയാ പ്രസംഗം ഇങ്ങനെ നോക്കി കയറാം. ഇതിൽ എവിടെ കേസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് നോക്കി കണ്ടേക്കാരം. ഓരോ ഇന്റർവ്യൂ, ഓരോ പൊതുപ്രസംഗങ്ങളും. കേസ് എടുക്കാൻ തന്നെ ഒരു വിങ് ഉണ്ടാക്കും പിണറായി. എവിടെ അൻവറിന് കൊടുക്കാം, അതായിരിക്കും അവന്റെ ജോലി. മനോരമ പിന്നെ ഒരു വലിയ പരസ്യം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പേജില്. 1/2 പേജ് പരസ്യമാണ് അവർക്ക്. അജൈവ മാലിന്യ ശേഖരണത്തിന് ഇന്ന് കൗൺസിലിൽ ചർച്ച. മലപ്പുറം നഗരസഭ അജൈവ മാലിന്യത്തിന് അജൈവ മാലിന്യം അതാവും ചർച്ച ചെയ്യട്ടെ. പക്ഷെ പരിപാടിയൊന്നും നടക്കൂല, വേറെ വിഷയം. വേറെന്തെങ്കിലും ഉണ്ടോ? PV അൻവറിന്റെയും സന്ദേശം വ്യക്തം, പിന്മാറില്ല, നേർക്കുനേർ പോരാട്ടം. അൻവർ കത്തി കയറുന്നുണ്ടോ, ഒരു സംശയമില്ല കാര്യത്തില്. നമ്മളേ സ്പോർട്സ് പേജ് നോക്കില്ലല്ലോ, സ്പോർട്സ് പേജ് നോക്കല്ലേ. ധോണിന്റെ ഒരു പിക്ചർ ഉണ്ടല്ലോ, ധോണി അൺക്യാപ്റ്റഡ്. IPL നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത്, മുങ്ങിയാൽ വിലക്ക്. ലേലത്തിൽ പങ്കെടുത്ത ശേഷം കുറഞ്ഞ തുകയാണ് ലഭിക്കുന്നതെങ്കിൽ സീസണിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പതിവാക്കിയ വിദേശ താരങ്ങളെ കൂട്ടാൻ IPL കൃത്യമായ കാരണം കൂടാതെ സീസൺ ഉപേക്ഷിക്കുന്ന വിദേശ താരങ്ങളെ 2 വർഷത്തേക്ക് വിലക്കും. ലേലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനാൽ അടുത്ത വർഷത്തിലെ ലേലത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ടീമുകൾക്ക് പരമാവധി 6 താരങ്ങളെ നിലനിർത്താം. കളിക്കാരുടെ മാച്ച് ഫീ 7.5 ലക്ഷമായി ഉയർത്തി. IPL നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത്, ധോണി അൺക്യാപ്റ്റഡ്. പിന്നെ ഒരു ന്യൂസ് ഉണ്ട് സ്പോർട്സിൽ. നമ്മളെ ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ കളിയിൽ പൊട്ടിയിട്ടുണ്ട്. നമ്മളെ ആർക്കെതിരെയാണ്? ഈസ്റ്റ് ഈസ്റ്റിനെതിരെ. പൊട്ടല്ല, സമനിലയാണ്, 1-1 ആണ്. ഓക്കെ, നമ്മളെ ISL അടുത്തുണ്ടല്ലോ, അതാണ്. ISL സത്യം പറഞ്ഞ തുടങ്ങുന്നത് അവസാനിക്കുന്നത് അറിയില്ല. ഓക്കെ, ഇന്ത്യയില് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഇപ്പൊ സ്പോർട്സിന് നല്ല സമയമായിട്ട് വരാതിരിക്കുന്നത്. കാരണം ISL, സൂപ്പർ ലീഗ്, അതുപോലെ ക്രിക്കറ്റിന്റെ ഒന്നും തുടങ്ങിയപ്പോ അതിന്റെ പേര് ഞാൻ മറന്നു. സ്പോർട്സ് വളരുന്നുണ്ട് എന്ന് പറയാം. ഇന്ത്യക്ക് വളരാം 8%. RBI ഇൻഡസ്ട്രിയിലെ മലയാളി അംഗം നിർത്തിയത്. അതൊക്കെയാണ് മനോരമയുടെ ന്യൂസ്. നമുക്ക് മാധ്യമം നോക്കാം. മാധ്യമത്തിൽ എങ്ങനെയാണ് വാർത്തകൾ? കുരുതി തുടർച്ച, അതാണ് മാധ്യമം പറഞ്ഞത്. അവിടെ ലബനനിൽ 1000 ആൾക്കാർ, അതാണ് അവരുടെ മെയിൻ വാർത്ത. 1000 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പിന്നെ അൻവറിന്റെ ന്യൂസ് ഉണ്ട് പ്രധാനപ്പെട്ടത്. അൻവറിനെ കേൾക്കാൻ ഒഴുകിയെത്തിയ ജനക്കൂട്ടം. അനീതിക്കെതിരെ പടപൊരുതും. ഇവിടെ ഹോസ്പിറ്റലിന്, നമ്മളെ കോട്ടപ്പടി താലൂക്ക് ഹോസ്പിറ്റലേ, അവിടെ ഓൾക്ക് ബിൽഡിംഗ് പണിയാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് സ്ഥലം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വാർത്തയാണ് ഉള്ളത്. അത്
പിന്നെ വേറെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? കൊലച്ചതി, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ സർവകലാശാലയുടെ കൊലച്ചതി. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മാധ്യമത്തിലുള്ളത്. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ അൻവറാണ്. പിന്നെ ലബനനിൽ 1000 ആൾക്കാരുടെ മരണം, കുരുതിയാണ്, കുരുതി. പിന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ അത് രണ്ടുമാണ്, ലബനോണും അതുപോലെ അൻവർ. പിന്നെന്തായിരുന്നു കാര്യമായിട്ടുള്ള ന്യൂസുകൾ? അതൊക്കെ തന്നെയാണ്, കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോ നാളെ കാണാം. ബൈ.